ഹോട്ടലിൽ വരാമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ സെക്സ് ടോപ്പിക്സോ അങ്ങനെ ഇതിന്റെ എഫക്ട് ചെയ്യും. അയ്യോ കുഞ്ഞു വാ, ചൊണ ഉണ്ടെങ്കിൽ എടുത്ത് വിടറി, വോയിസ് ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ എടുത്ത് വിടറി. വാട്ടി ബിന്ദു അതല്ല എന്തെങ്കിലും ഞാനാണ് തെളിയിക്കുന്ന ഒരു വോയിസോ ചാറ്റോടെ എടുത്ത് തുണിയിലാടെ കൂടി. അത് കൊള്ളാം. അപ്പോൾ ബിന്ദുവിന് ഹോട്ടൽ മുറിയൊന്നും വേണ്ടി വരത്തില്ല. രാജ് ടോക്സ് വിവസ്ത്രനായി നടക്കുമെന്നാണ് പറയുന്നത് വോയിസ് ഉണ്ടെങ്കിൽ. ഒന്നും മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. അതായത് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ റിയാക്ഷൻ ബ്ലോഗറായിട്ടുള്ള രാജ് ടോക്സിൻ്റെ ഒരു വോയിസ് ലീക്കായിട്ടുണ്ട്. രാജ് ടോക്സിൻ്റെ വോയിസ് അല്ല, രാജ് ടോക്സിൻ്റെ ഒരു മെസ്സേജ് പറയുന്നത് പുള്ളിക്കാരൻ ബിന്ദു ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമയെ ഫ്ലാറ്റിലേക്കോ എവിടെ റൂമിലേക്കോ ലോഡ്ജിലേക്ക് വിളിച്ച്, നമ്മൾ ചുമ്മാ പറഞ്ഞ കേട്ടോ, അവിടേക്ക് വിളിച്ച് വരുത്തിയിട്ട് മര്യാദയ്ക്ക് വന്നിട്ട് ശോഭേ എന്ന് പറഞ്ഞിട്ട് ആ സാധനത്തിന് നിന്നില്ലെങ്കിൽ നിന്നെ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സി. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ പടച്ചോനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ എത്രക്കാരൻ നഹി എന്ന് പറഞ്ഞ നഹി, അതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിന്ദു ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പേജിനുടമ, ഫേസ്ബുക്ക് പേജിനുടമ, ഇവർ അതിഭീകര രേണു സപ്പോർട്ടറാണെന്ന് വാദിക്കുന്നു. നമ്മളൊക്കെ രേണുവിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന അന്തക്കാലത്തിലെ ഇവരുടെയൊക്കെ കമൻറ്റുകൾ പല ആൾക്കാരുടെയും കമൻറ്റ് ബോക്സിൽ നമുക്ക് നിറഞ്ഞു കാണാൻ സാധിക്കും. രേണു സപ്പോർട്ടർ എന്ന വ്യാജേന രേണുവിനെ അറക്കാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ടീമുകളിലൊരു വ്യക്തിത്വമാണ് ഈ ബിന്ദു ഹരേ കൃഷ്ണ. അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെന്തോ ബിസിനസ്സും പരിപാടികളൊക്കെയാണ്. ആട്ടല്ലൊട്ടകത്തിൻ്റെ എല്ലാ നാരങ്ങത്തിൻ്റെ മുരിങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണകളുടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സാണ് ഇവർക്ക്. തിരുവനന്തപുരം സിറ്റിയിലാണെന്ന് എനിക്കറിയത്തില്ല, തിരുവനന്തപുരത്ത് എവിടെയോ. ഇവരെ രാജ് ടോക്സ് വിളിച്ചിട്ട് നിന്നെ എക്സ്പോസ് ചെയ്യും, ഇല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് വന്നോ വഴങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നാണ് അവർ പറയുന്ന സാധനം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ചാറ്റ് അവരുടെ കയ്യിലുണ്ട്. ആ ചാറ്റ് അവർ കണ്ടിട്ടുണ്ട്, മറ്റൊരാൾ കണ്ടിട്ടുണ്ട്. ആ മറ്റൊരാളിലേക്ക് ഞാൻ വരാം. രാജ് ടോക്സ് ഈ സാധനം നേരിട്ട് പോയി കണ്ട് രാജ് ടോക്ക് വാദിക്കുന്നത് ഇത് എ ഐ എന്ന് പറഞ്ഞാൽ ഇതാണ് രാജ് ടോക്ക് പറയുന്നത്. ഇപ്പുറത്തെ ഇത് പറയുന്നത് എ അല്ല, ഇത് ഫ്രഷ് സാധനം, ഇതാണ് പറയുന്നത്, ഇതാണ് സംഭവം. എനിക്ക് മുടിഞ്ഞ പനിയാണ്. ഈ പനിയുടെ ഇടയ്ക്കും ഞാനിങ്ങനെ വന്നിരുന്ന് ചെയ്യുന്ന എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അൺസബ്സ്ക്രൈബ് മാത്രം ചെയ്യില്ല. അപ്പം നമുക്ക് ആദ്യം രാജ് ടോക്സിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഈ വട്ടബിന്ദു ഒരാളെ വിളിച്ചിട്ട് ഏതോ വട്ടബിന്ദു പറയുന്നത് അവള് രേണു സുധീരെ സപ്പോർട്ടറാണ്. ഈ മെസ്സേജ് അയച്ച പുള്ളി രേണു സുധീരെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ്. ഇവർ തമ്മിലുള്ള ഒരു ചാറ്റ് എനിക്ക് കിട്ടുന്നു. അതെനിക്ക് തന്നതൊരു യൂട്യൂബറാണെന്നെങ്കിൽ പിന്നെ പറയാം, യൂട്യൂബറാണ്. ആ യൂട്യൂബർ ഇത് ചെയ്തില്ലായിരുന്നു. കാരണം ഇതിനകത്ത് ചാത്തൻ സേവയുടെ കേസാണ് പറഞ്ഞത്. ചാത്തൻ സേവ വന്ന് നിന്റെ പിന്നെ കൊച്ചു കുട്ടികളടക്കം, നീയും നിന്റെ കൊച്ചു കുട്ടികളടക്കം ഇന്ന് തൊട്ട് മരിക്കും, നിന്റെ മരണം ഞാൻ ഇവിടെ കാണുന്നു എന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു യുവതി. ആ വോയിസാണ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എവിടെയും കട്ടി വലിയ ചാത്തൻ സേവ ചെയ്തത് കൊണ്ട് എനിക്കതിന് പേടി തോന്നിയില്ല, ഞാൻ അതിനെ എടുത്ത് ചെയ്തു. ഇത് ഏത് യൂണിവേഴ്സ് ഇത് വന്നു സോഷ്യൽ മീഡിയയിൽ ഇത് എന്തോന്നൊക്കെയാണ് കാണുന്നേ. അവിടെ ഒരാൾ സുധിയുടെ ആത്മാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കിച്ചുവിനെ തൊട്ട് കഴിഞ്ഞാൽ അണ്ണാവെ തൊട്ട് കഴിഞ്ഞാൽ പളകി അത്തേലുള്ള പന്നി എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരാൾ ചാത്തൻ സേവ, അവിടെ കരിഷ്മ എന്ന് പറയുന്ന ആൾ ഇതുപോലെ ഡബിൾ വർഷിപ്പാണെന്ന് റൂഹിജാൻ പറയുന്നത്. റൂഹിജാൻ സുധിയുടെ ആത്മാവിനെ നേരിട്ടുണ്ട്. ഞാനിത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പോലും പിടികിട്ടുന്നില്ല. അമ്മാതിരി കഥകളാണ് ഇവിടെ നടക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ വൈപ്പ് ഔട്ട് ആവും. റീപ്ലേസ് ചെയ്യുന്നല്ല നിങ്ങൾ വിചാരിച്ചിരിക്കണേ. ഒന്നുമല്ല, നമ്മളെല്ലാം പോയിട്ട് അതിന് പകരം കുറേ ആത്മാക്കൾ വന്നിരുന്ന് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ കുറേ ഭൂതഭേദ പ്രശാസ വന്നിരുന്ന് വീഡിയോ ചെയ്യും. ഓക്കെ, ഏതായാലും ഈ ഇപ്പോൾ പറഞ്ഞ സാധനം രാജ് ടോക്കിന് ഒരു സൗണ്ട് കിട്ടുന്നു, ഒരു വോയിസ്. ആ വോയിസ് ഈ ബിന്ദു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന അവർ ചാത്തൻ സേവ നടത്തുന്ന ഒരു വോയിസ് പുള്ളി എടുത്തിട്ട് റിയാക്ട് ചെയ്തു. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ബിന്ദു ഹരേ കൃഷ്ണയുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് വന്നതിൽ പിന്നെ ചറപറ രാജേട്ടൻ്റെ ഫോട്ടോയും കുറേ സാധനവും, രാജേട്ടൻ്റെ ഫോട്ടോ സാധനം, ഇങ്ങനെ രാജ് ടോക്സിൻ്റെ ഫോട്ടോയും കുറേ ലിങ്കും ഒക്കെ ആയിട്ട് ചറപറ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന് മുമ്പ് ഷെഫീന ബീബി ആയിരുന്നു. എൻ്റെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അതുകൂടെ കാണാനുള്ള ത്രാണിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. നമുക്കേതായാലും ഈ ചാത്തൻ സേവ എന്താണെന്നുള്ളത് കാണാം. അതുകൂടെ കണ്ടാലും നിങ്ങൾക്ക് പരിപാടി മൊത്തം മനസ്സിലാക്കി. ഈ വീഡിയോക്ക് മുടിഞ്ഞ ലെങ്ത് ആയിരിക്കും കേട്ടോ, താല്പര്യമുള്ളവർ മാത്രം കാണുക. വളരെ വിശദമായിട്ട് എല്ലാം ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാം. എൻ്റെ അപ്പച്ച, നീ ഇതെൻ്റെ ഈ ഒരു അക്കൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, എനിക്ക് ഇതുപോലത്തെ 8 അക്കൗണ്ടുകളുണ്ട്. ഫ്രോഡ്
ഈ ബിന്ദു ഹരേകൃഷ്ണയുടെ സൗണ്ടാണ്. നീ എൻ്റെ ഒരു അക്കൗണ്ടല്ലേ കണ്ടുള്ളൂ, എനിക്കിതുപോലെ 8 അക്കൗണ്ട് ഉണ്ടെന്ന്. ഇതിവിടെ 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ മനുഷ്യനിവിടെ പെടാപ്പാട് വീഴുക, മുക്കറ ഇട്ടുകൊണ്ടിരിക്കുക. 8 അക്കൗണ്ട് ഒരെണ്ണല്ലേ അറിയില്ല, ബാക്കിയെല്ലാം ഫേക്ക് ആയിരിക്കുമല്ലേ. അപ്പോൾ 8 അക്കൗണ്ട് തുടങ്ങിയ നിങ്ങൾ പുണ്യ വനിത. കേൾക്കാം. ഞാനും തിരിച്ച് കൊടുക്കുന്നത് തന്നെ ഉണ്ട്. 8 അക്കൗണ്ടുകളിൽ നിന്നാണ് അടിക്കുന്നത്. അത് മാത്രമല്ല 8 അക്കൗണ്ട് മാത്രമേ ഇനിയും ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ രേണുവിന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒപ്പോസ് ചെയ്തിരുന്ന 8 അക്കൗണ്ടുകൾ ഒറ്റ ആളിൽ നിന്ന് വന്നതല്ലേ. ഇതിനെ നമ്മുടെ നാട്ടിൽ PR എന്നും അല്ലെങ്കിൽ വേറെ പല പേരുകളിലൊക്കെ അറിയപ്പെടും. സ്വന്തം അക്കൗണ്ടിൽ നിന്നും മുഖം കാണിച്ച് പറയാൻ പോലും കെൽപ്പില്ലാത്ത കമൻറ്റുകൾ താങ്കൾ ഇടുന്നത് കൊണ്ടാണോ 8 അക്കൗണ്ടുകളുള്ളത്? അല്ല, എന്തിന് 8 അക്കൗണ്ട് കാര്യം എന്ന് എനിക്ക് അതാ മനസ്സിലാത്തത്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണ്? ഇത് സെപ്പറേറ്റ് ടീമിന് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുവാണോ? അത് ഈ 8 അക്കൗണ്ടിൽ ഒരെണ്ണം ഈ തലയിൽ പറ്റുന്ന എണ്ണ അഡലോകത്തിൻ്റെ എല്ലാം നാളെയാണ് ആ സെറ്റപ്പാണോ? 8 അക്കൗണ്ട് എൻ്റെ പൊന്നോ. പറ അതിലുണ്ട് കേട്ടോ നിങ്ങൾ എങ്ങനെ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് 8 അക്കൗണ്ടുകളിൽ, ഇൻസ്റ്റയിൽ തന്നെ എനിക്കൊരു 12 അക്കൗണ്ട് ഉണ്ട്. 12 അക്കൗണ്ട്, 12ഉം 8ഉം 13, 14, 15, 16, 17, 18, 19, 20 അക്കൗണ്ടിന് ഉടമയാണോ ഈ നിൽക്കുന്നത്? ഇല്ല, ഞാൻ പറയുന്നേ, നിങ്ങളൊരു 1000 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ആരെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും വേണമെന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു പുതിയ ബിസിനസ് ആക്കാം. 1000 പേരെ കൊണ്ട് അവനെ ഫോളോ ചെയ്യുക, 1000 ഇടത്ത് നിന്നിരുന്ന് കാണുക, യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കി കൊടുക്കുക. പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. ഈ എങ്ങനെയാണോ ഈ 8 എണ്ണത്തിൻ്റെ പാസ്വേഡ് ഒന്നാണോ? 8, 12, 8 എൻ്റെ പൊന്നോ, ലോകോത്തര ഫ്രോഡ്. ഫേസ്ബുക്കിൽ ഇപ്പോൾ തൽക്കാലം 8 ഉള്ളൂ. അത് കുറച്ചും കൂടെ ഒരു വിപുലീകരിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാര്യം ഒരു കാര്യം ചെയ്യും, നാട്ടിലുള്ള സകലമാന അക്കൗണ്ടും അങ്ങ് മേടിക്കുക, കാശ് കൊടുത്ത് മേടിക്കുക. ഫേസ്ബുക്ക് നമ്മൾ എന്തിനു വെറുതെ തുടങ്ങി കഷ്ടപ്പെടുന്നത്? ഫേസ്ബുക്കിൽ എല്ലാ അക്കൗണ്ടും മേടിച്ച് ഫുള്ള്. ഒരു കാര്യം ചെയ്യും, സുക്കർബർഗിൽ നിന്ന് ഫേസ്ബുക്ക് അങ്ങ് മേടിയിട്ട് ഫേസ്ബുക്ക് മേടിച്ചിട്ട് റൺ ചെയ്യും. ഇൻസ്റ്റയും ഫേസ്ബുക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട്. പണ്ട് എലോൺ മസ്ക് കാണിച്ചൊരു മാസം ഉണ്ടല്ലോ, പോയി ട്വിറ്റർ ഇങ്ങ് മേടിച്ചിട്ട് ടെക്സ് ആക്കിയാൽ സെറ്റ് ചെയ്യും. പറ്റും. എന്തിനാണ് നമ്മൾ വെറുതെ അക്കൗണ്ട് തുടങ്ങി കാശാക്കുന്നത്? കമ്പനി തന്നെ സ്വന്തമാക്കൂ. വല്ലാത്ത ജാതി ഇവിടെ ഇപ്പം തന്നെ. നിന്നെ പോലെയുള്ള ചാവാളി താവളി പട്ടികളെ ഇതുപോലെ തെറി കൊടുക്കണ്ടേ? ഞാനിപ്പോൾ ഇവിടെ തെറി മാന്യതയുടെ നിലവാരം മനസ്സിലായല്ലോ. എന്തിനാണ് 20 അക്കൗണ്ട്? നിന്നെ പോലുള്ള ചാവാലികൾക്ക് റിപ്ലൈ കൊടുക്കണ്ടേ? എന്ത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇടാനുള്ള ചങ്കുറപ്പില്ലല്ലേ? ഒരു ചങ്കുറപ്പ് നിന്നെ സ്ത്രീകളെ പറഞ്ഞ പ്രശ്നമാണോ? സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഇടാനുള്ള ധൈര്യം, ഗട്ട്സ് ഇല്ല അല്ലേ? കഷ്ടം. ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ കമൻറ്റ് ഇടുന്നത്. എനിക്ക് എൻ്റെ മുഖം കാണിച്ചിടാൻ പറ്റാത്ത തരത്തിലുള്ള മ്ലേച്ഛകരമായ കമൻ്റ് ആണെന്ന് ആദ്യമായിട്ട് എൻ്റെ വ്യക്തിത്വം സ്വന്തമായി സമ്മതിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. നൈസ്. അല്ല, ഈ പറയുന്നത് തെറിയൊക്കെ മോശമാണ്, ദൈവത്തിനൊക്കെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് താങ്കൾ പറയുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ തെറി വിളിക്കുന്നത് മോശമാണ്. അല്ല, ഇത് പേഴ്സണലി വിളിച്ച തെറിയ ചേട്ടാ, കുഴപ്പമില്ല, നമുക്ക് ബാക്കി കേൾക്കണം. ഈ സാത്താൻ സഭയിൽ എനിക്ക് കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് വേണം നമുക്ക് മനുഷ്യ സഭയിലേക്ക് കിടക്കാൻ. പിന്നെ എന്റെ പ്രാർത്ഥന നടക്കുമോ ഇല്ലെന്ന് നീ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്കറിയാം. എന്റെ പ്രാർത്ഥനയും പൂജയും കർമ്മവും നടക്കും. ഞാൻ ചാത്തൻ സേവയും ചെയ്യുന്ന വ്യക്തിയാണ്. ചാത്തൻ സേവ ചെയ്യാറുണ്ട്. സാത്വികമൂർത്തിയായിട്ട് തന്നെയാണ് ചാത്തനെ ആരാധിക്കുന്നത്. ഈ വിവരം ചാത്തൻ അറിയാമോ? എൻ്റെ ചേച്ചിയുടെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു പവർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചാത്തൻ ചേച്ചിയെ പൂവൊക്കെ ഇട്ടിട്ട് ഓം ക്രീം സ്വാഹ ചെയ്യുന്നുണ്ടെന്നാണ്. ചാത്തന്മാർ പോലും ഇമ്മാതിരി പരിപാടിയാണ് ചെയ്യും. ആ 20 അക്കൗണ്ട് ഐ എം ഇംപ്രസ്ഡ്. ഓക്കെ ഒന്നും പറയണ്ട. ഏർക്കൻ്റെ നല്ല രീതിയിൽ ഏൽപ്പിക്കാൻ എനിക്കറിയാം. ഈ ബ്ലാക്ക് മാജിക് നമ്മുടെ നാട്ടിൽ ഇല്ലീഗൽ അല്ലേ? അതിനെതിരെ കേസ് എടുക്കാമല്ലോ. സ്വർണ്ണച്ചേന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ. ഫുള്ളുടായ്പാണല്ലേ. 20 അക്കൗണ്ട്, ബ്ലാക്ക് മാജിക്, ചാത്തൻ സേവ, ബലി കൊടുക്കാറുണ്ടോ? അധികം താമസിക്കാത്തപ്പോൾ വാർത്തയിൽ നിറയുമല്ലേ ബിന്ദു ഹരേകൃഷ്ണ. ദൈവത്തിൻ്റെ പേരും ചെകുത്താൻ്റെ പരിപാടി. ബാക്കി പറ. നീ എഴുതിയിട എല്ലായിടത്തും. നീ എൻ്റെ വോയിസ് റെക്കോർഡിങ്സ് എല്ലായിടത്തും അയക്കും. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് ആരാ എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ കമൻറ്റിനകത്ത് പച്ച വരാതെ എഴുതി വെക്കുന്നത് കാണായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, രേണുവിനെ പറഞ്ഞതിനെതിരെ വന്ന മൊത്തം പച്ച വരാതെ 8 പച്ച വരാതങ്ങൾ ചേച്ചിയുടെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതല്ലേ ചേച്ചി? ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. ചേച്ചിയുടെ പേജ് ഞാൻ കയറി നോക്കിയായിരുന്നു. നോക്കിയപ്പോഴത്തേനും രാജ് ടോക്സിൻ്റെ ഫോട്ടോ കമൻറ്റ് ഇങ്ങനെ ചില സമയം എത്തിക്സിൻ്റെ നിറകുടം, ചില സമയം വാരി വിഷം അങ്ങോട്ട് എറിയുക. അതാണ് ചില സമയം. നല്ല വ്യക്തിത്വമാണ്. പണി എന്താണെന്ന് ചാത്തൻ സേവ. നിന്നെ പോലെ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്.
ഞാൻ നിന്നെ പോലെ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ മാന്യം മര്യാദയ്ക്ക് ചാത്തൻ സേവ നടത്തി ചാത്തനെ പ്രീതിപ്പെടുത്തി ബാക്കിയുള്ളവനെ ഹോമം വേണം അവനെ നശിപ്പിക്കും ഞാൻ, അവനെ മുട്ടോടെ മുട്ടിക്കും ഞാൻ. അതാണ് ഞാൻ ചെയ്യുന്ന പരിപാടി, മനസ്സിലായോ? അല്ലാതെ നിന്നെ പോലെ ശരീരം ഇതെങ്ങനെ ത്രാസിൽ അങ്ങനെ തൂക്കൂ? ഇതിലേതാ വലിയ തെറ്റ്, ഏതാ ചെറുന്നോ? മറ്റൊരുത്തന്നെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് താങ്കൾ ചെയ്യുന്ന ചാത്തൻ സേവ, ആഹാ പുണ്യം തീർത്ഥം. അപ്പുറത്തൊരാൾ ശരീരം വെക്കുന്ന വച്ചകര ശരീരം വെച്ചിരിക്കുന്നു, ശിവ ശിവ എന്നല്ലേ? കൊള്ള ഹീജടെ നിന്റെ വീട്ടിൽ നടക്കാൻ പോണ മരണം എനിക്ക് ഇപ്പോഴേ കാണാം. നിന്റെ കുടുംബം തീർന്ന്. ഇന്ന് ഞാൻ വെക്കുന്നുണ്ട് പൂജ. നിനക്കുള്ളത് പണി. നീ രവിതാ മനോജാണോ കുവിതാ മനോജാണോ രവിയാണോ ഊക്കിന് ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഊക്കിന് കൊള്ളുന്ന രീതിയിൽ. ചേച്ചി ഭയങ്കരമായിട്ട് പൂജ ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ ചാത്തനെ സേവിച്ചത് ചാത്തൻ തിരിച്ചെടുത്ത് ചേച്ചിയുടെ കവാലക്കുറ്റിയൊക്കെ അടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചേച്ചി എക്സ്പോസായി. ഇതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. ഈ ചാത്തൻ സേവയുടെ വോയിസ് ഒരു യൂട്യൂബർ രാജ് ടോക്സിന് അയച്ചു കൊടുക്കുന്നു. പുള്ളി റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തപ്പോഴത്തേനും പുള്ളിക്കാരി എക്സ്പോസായി. ഈ സാധനം വരുമ്പോഴത്തേനും ഈ ചാറ്റ് വന്നല്ലോ, രാജ് ടോക്കിൻ്റെ ചാറ്റ് വന്നു. ആ ചാറ്റിനകത്ത് ഇവർ പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന സാധനം, നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യും. എക്സ്പോസ് എന്ന് പറഞ്ഞാൽ ഈ ബിന്ദു ഹരേ കൃഷ്ണ ഹരേ റാം ഹരേ റാം ഹരേ റാം ഹരേ കൃഷ്ണ ഹരേ റാം അവരുദ്ദേശിച്ചത് തുണി പറിച്ചിട്ടുള്ള എക്സ്പോസിങ് ആണ്. അപ്പോൾ പക്ഷേ ഈ മെസ്സേജ് അയച്ച് രാജ് ടോക്ക് അല്ലെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഈ മെസ്സേജ് വന്നിട്ടുള്ള ആൾ വിചാരിച്ചത് നിൻ്റെ ഈ ചാത്തൻ സേവ പരിപാടി എക്സ്പോസ് ചെയ്യുന്ന. അമ്മയുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് തുണിയുള്ള അതുകൊണ്ട് പുള്ളി ചേച്ചിക്ക് അത് അങ്ങനെ ഇതായി. അപ്പോൾ ഓൾറെഡി ഈ വീഡിയോ വന്നു. അപ്പോൾ ചേച്ചി എക്സ്പോസായി. ചേച്ചി എക്സ്പോസ് ആയപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഇനി നമുക്ക് രാജ് ടോക്കിൻ്റെ ഇപ്പോഴത്തെ കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങളിലേക്ക് വരാം. ഈ സാധനം എങ്ങനെ പുറത്തു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ് ടോക്ക് ഈ സാധനം എക്സ്പോസ് ചെയ്തപ്പോഴത്തേനും ഈ ബിന്ദു ആര്യ കൃഷ്ണ ആര്യ റാം ചേച്ചിയുടെ കയ്യിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. രാജ് ടോക്ക് എക്സ്പോസ് ചെയ്യും, ഇല്ലെങ്കിൽ റൂമിലേക്ക് വല്ല നിന്ന് എക്സ്പോസ് ചെയ്യുന്ന സാധനം. ഇത് ഈ ചേച്ചി ഒരാൾക്ക് അയച്ചു കൊടുത്തു. ആർക്കാണെന്നറിയോ? ചങ്കുകളെ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്ന സുരേന്ദ്രൻ ചേട്ടൻ. സുരേന്ദ്രൻ ചേട്ടനെ ഞാനിവിടെ എൻ്റെ ചാനൽ ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം ചാനലിന് ഒരു മാന്യത വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇയാൾക്ക് മര്യാദയ്ക്കൊരു സാധനം പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് തന്നെ നമ്മൾ പറയണം. പുള്ളിക്ക് അറിയാം എടുത്ത് വെച്ചിട്ട് പച്ച തെറി പറയാൻ ഇയാൾക്ക് ഭയങ്കര കഴിവാണ്. അല്ലാതെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു റിയാക്ഷൻ ചെയ്യാൻ അറിയില്ല. ഇയാൾ എന്നെ എടുത്തു വെച്ചിട്ട് ഒരു ഇതുപോലെ അയ്യോ തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി ഇത് തന്നെ. മര്യാദയ്ക്കൊരു വിഷയം നിനക്ക് അവതരിപ്പിക്കാനുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ തെറി വിളിക്കാതെ മര്യാദയ്ക്ക് അവതരിപ്പിക്കും. ഓക്കെ, നമുക്കപ്പോൾ ബാക്കിയേക്കാം. പുറത്തുവിട്ട് ആ ചാറ്റ് എവളും വേറെ ആണാണോ പെണ്ണാണോ ഇവിടെ ചാറ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അതിന്റെ ചാറ്റിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പെണ്ണാണെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം എനിക്ക് അറിഞ്ഞൂടാ. സീരിയസ്ലി എൻ്റെ മോൾ സത്യമായിട്ട് അറിഞ്ഞൂടാ. എൻ്റെ മോൾ സത്യമായിട്ട് ഈ പറയുന്ന വട്ട് ബിന്ദുവിൻ്റെ അടുത്ത് ഇതുവരെക്കായിട്ട് ഞാൻ സംസാരിക്കുകയോ ഒരു മെസ്സേജ് കൊണ്ടോ എനിക്ക് ഇതുവരെക്കായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെക്കായിട്ട് ഞാൻ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടോ ഇല്ല എന്നുള്ളതാണ്. ഇത് ആണയിടുന്നത് എൻ്റെ മോളെ കുറിച്ചാണ്. മോളെ കൊണ്ടാണ് ഞാൻ ആണയിടുന്നത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, രാജ് ടോക്ക് പറയുന്നു ആ ചാറ്റ് പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല, എൻ്റെ മോളാണ് സത്യം, ആ ചാറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ ചാറ്റ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിറയെ ഞാൻ വിശ്വസിക്കുന്നില്ല. അവ എന്തരോ കാണിക്കട്ടെ. പക്ഷെ ഞാൻ സ്ഥിരം കാണുന്നൊരു ചാനലുണ്ട്, ശ്രീതു KL19 ശ്രീതു പറയുന്നു ഇത് അങ്ങേര് തന്നെ, ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു, ഇത് അങ്ങേര് തന്നെ എന്ന് പറയുന്നുണ്ട്. ആ സാധനം കേൾക്കാം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ഓൾറെഡി കൺഫ്യൂസ് ആയല്ലോ, നിങ്ങളും കൂടെ കൺഫ്യൂസ് ആകും. ശ്രീതു പറയുന്നത് കേൾക്കാം. കൊടുത്തിട്ടില്ല. എന്നിട്ടും ഈ ഒരു ഇഷ്യൂ വീണ്ടും ഇത് എ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സാധനം എൻ്റെ 1-2 ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുത്തു. യൂട്യൂബ് ഫീൽഡിലുള്ള തന്നെയാണ്. ഞാൻ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചത്, വൺ ടൈം യൂട്യൂബ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചത് ഈ ഒരു ഇമേജ് എ ആണോ ഇല്ലേ എന്ന് എനിക്ക് പറയുക. അത് കാണുന്ന ഏത് പൊട്ടനും മനസ്സിലാവുന്നത് അത് എ അല്ലെന്ന്. പിന്നെ ഈ കടന്ന് ഉരുളുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശ്രീതു പറയുന്നു അത് AI അല്ലാന്ന്. രാജേട്ടൻ പറയുന്നു അത് AI ആണെന്ന്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് AI ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഈ സാധനം ഇങ്ങനൊരു ചാറ്റ് പുറത്ത് വന്നപ്പോൾ രാജ് ടോക്സ് അത് ആരാ സുരേന്ദ്രൻ്റെ ചാനലിലൂടെ വന്നേ. ഈ പുള്ളിക്കാരൻ തെറി മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് പുള്ളിയോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുമില്ല. കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും കാര്യം മനസ്സിലാക്കാനുള്ള ബോധവും സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയാൻ പറ്റും. ഇയാൾക്കറിയാം നല്ല ക്ലാസ് ആയിട്ട് ചീത്ത വിളിക്കാൻ അറിയാം. ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്. ഇനിയും താങ്കൾ ചെയ്യുന്ന ഒരു 15 വീഡിയോയ്ക്കകത്ത് ഒരു ചീത്തവാക്ക് ഉപയോഗിക്കാതെ താങ്കളെ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയാൽ ഞാൻ ഈ പറഞ്ഞത് ഞാൻ പിൻവലിക്കും. താങ്കൾക്ക് മാന്യമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവില്ലെന്നുള്ള സാധനം. ഓക്കെ, അപ്പോൾ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശ്രീതുവിനെ കോൺടാക്ട് ചെയ്തു. ശ്രീതു ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീതുവിന് ഈ വിഷയത്തെക്കുറിച്ചിട്ട് അറിയാം. ശ്രീതു ഈ സാധനം നേരിട്ട് സ്വന്തം കണ്ണാൽ കണ്ട് ബോധ്യപ്പെട്ടു.
അങ്ങനെ ശ്രീധുവിനെ രാജേട്ടൻ പോയി കാണുകയും ഈ സ്ക്രീൻഷോട്ട് കാണുകയും ഈ സ്ക്രീൻഷോട്ട് താൻ ചെയ്തതല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇന്നത്തെ കാലത്ത് പട്ടിയെ പൂച്ചയാക്കുന്നു, പൂച്ച കുരങ്ങനാക്കുന്നു, കുരങ്ങനെ മനുഷ്യനാക്കുന്നു, മനുഷ്യനെ ഞാനാക്കുന്നു, അല്ല മനുഷ്യനെ ആരൊക്കെയോ ആക്കുന്നു. അങ്ങനെ രാജേട്ടൻ പറയുന്നത് ഇത് AI ആണെന്നുള്ളത്, ശ്രീധു പറയുന്നു ഇത് AI അല്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് രാജേട്ടൻ പറയുന്ന ബാക്കി കേൾക്കാം, എന്നിട്ട് ശ്രീധുവിലേക്ക് നമുക്ക് പോവാം. വീട്ടിൽ ഇന്ന് ഈ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഇതൊന്നും ഇടയ്ക്കൊക്കെ കാണാറുണ്ടല്ലേ, ഞാൻ ഇടയ്ക്കൊരു തവണ കണ്ടായിരുന്നു, അതുകൂടെ എനിക്ക് മതിയായി. ചങ്കുകളെ ഇതാണ് പുള്ളിക്കാരൻ്റെ കൊള്ളാം, സൂപ്പറാ സുരേന്ദ്രൻ ചേട്ടൻ, പൊള്ളി മാസ്. സുരേന്ദ്രൻ ചേട്ടൻ ഇതാ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതൊക്കെ നമുക്ക് അറിയാം. സുരേന്ദ്രൻ ചേട്ടൻ്റെ ഒരു കാര്യം രാജേട്ടൻ പറ. തെറി വിളിക്കണം, പൂരത്തെറി. കാരണം നമ്മൾ ഒരാളെ സമ്പാദിക്കും അത് ഈ വസ്തുതകൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എതിർക്കാനുള്ളത്. ഒരു തേങ്ങയില്ലാതെ ഒരു വട്ട് വന്ന് വിളിച്ച് പറയുകയാണ് സുരേന്ദ്രൻ എൻ്റെ അടുത്ത്, ഞാൻ ഇതുപോലെ ഞാൻ ചെയ്ത ചാറ്റ് നിനക്ക് അയച്ചു തന്നു, എന്റെ വോയിസ് നിനക്ക് അയച്ചു തന്നു, ഞാനാണെന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? ഈ ഒരു ഇതിനൊക്കെ ഇന്നിപ്പോൾ എന്തിനാ ഉറപ്പ്? നമ്മളങ്ങ് വാദിക്കുന്നു, അതങ്ങോട്ട് കാണുന്നവർ വിശ്വസിക്കുക, അത്ര തന്നെ. ഇതിൽ കൂടുതൽ എന്ത് ഉറപ്പാണ് വേണ്ടത്? ഞാൻ വിശ്വസിക്കുന്നത് ഒരാളെ തെറി വിളിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ അവന് നല്ല രീതിയിൽ സംസാരിച്ച് അവൻ്റെ സൈഡ് വെളുപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ചീത്ത വിളിച്ച് തോപ്പിക്കാൻ നോക്കുന്നത്. അത്രേ ഉള്ളൂ സംഭവം. ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വിഷയത്തെ മര്യാദയ്ക്ക് അവതരിപ്പിച്ച് പുള്ളിയുടെ പോയിന്റുകൾ ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം, ഇതാണ് ശരി എന്ന് അവതരിപ്പിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് അയാൾ ചീത്ത വിളിച്ച് തോപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ച് തോപ്പിക്കുന്ന സകലതും ഇത് തന്നെയാണ്. അവന് നന്നായിട്ട് അവതരിപ്പിക്കാൻ അറിയില്ല. ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് തുടത്തില്ലല്ലോ. ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ചങ്കുകളെ ഇവനെ ഞാൻ എന്താ തൊടാത്തെ? ചീത്ത വിളിയാണ്. മര്യാദയ്ക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുമെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കിക്കാം. അവിടുന്നൊരു സ്ക്രീൻഷോട്ടോ വോയിസ് മെസ്സേജ് ആരും അയച്ചു കൊടുത്തു. ആർക്കെതിരെയാ? അത് രാജ് ടോക്സിനെതിരെ എടുക്ക്, അടിക്ക്, പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ചാനൽ പിറക്കിയിട്ട് അതിനകത്ത് സത്യാവസ്ഥ എന്താണോ എന്നോ പുള്ളി അങ്ങ് സ്ഥാപിച്ചു. അത് രാജ് ടോക്സ് തന്നെ, തർക്കമൊന്നുമില്ല. ഇപ്പുറത്ത് രാജ് ടോക്സിൻ്റെ ന്യായീകരണം വന്നപ്പോഴത്തേനും അതിനെ ഇരുന്ന് വെല്ലുവിളിയും ചീത്തവിളിയും ഒക്കെയാണ്. ഓക്കെ ചങ്കുകളെ, നമുക്ക് ബാക്കി കേൾക്കാം. ഉറപ്പുമില്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് നീ എന്നെ തെറി വിളിക്കുകയാണ്. അത് എന്റെ അമ്മയെ ചേർത്താണ് നീ തെറി വിളിച്ചത്. അതെന്താണെന്നറിയോ, ഇവൻ എൻ്റെയും അമ്മയെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് വിളിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ ഒക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ അമ്മയോടും അച്ഛനോടും ഒക്കെ സ്നേഹമുള്ളവർക്കും അവരെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് വിളിക്കാത്തേ. തന്തയും തള്ളയും ബഹുമാനം ഇല്ലാത്തവരോടും സ്വന്തം മക്കൾക്ക് തന്തയും തള്ളയും ബഹുമാനം ഇല്ലാത്തവർക്കും അങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാം. അപ്പോൾ അവർ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ വിളിച്ചോട്ടെന്ന് കരുതാനേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെ ഇപ്പം എന്ത് ചെയ്യാനാ? നല്ല വളർന്നു വരുമെന്ന് വിചാരിച്ചൊരു ചാനലാണ്. കണ്ടപ്പോഴത്തേനും തെറിവിളിയും പച്ചവരാതും അല്ലാതെ ഇതിങ്ങനെ വെച്ചിട്ട് വേണം ആ ചാനലിൽ വരുന്ന വീഡിയോ കാണാനായിട്ട്. നമുക്ക് കണ്ടിരിക്കാം പുള്ളിയുടെ കണ്ണടിച്ചിട്ടുള്ള ഈ സാധനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അല്ലാതെ പുള്ളിയുടെ പറയുന്നത് കേൾക്കാൻ പറ്റൂല. നല്ല നമ്മളൊക്കെ കാണുന്ന ഒരു ക്യൂട്ട് ഒരു അപ്പച്ചൻ, നമ്മൾ ഇച്ചിരി ഏജ് ആയിട്ടുള്ള ഒരു അപ്പച്ചൻ വാ തുറന്ന പറയുന്നത് എൻ്റെ പൊന്നടാവേ പൂരപ്പാട്ട്. അതുകൊണ്ട് കാണാൻ പറ്റൂല ചേട്ടാ. ഞാൻ ശ്രമിച്ചു കേട്ടോ, നടക്കൂല. ഇത്രയും തെറി എനിക്ക് ഇത്രയും തെറിയുടെ ആവശ്യമില്ല. നെഗറ്റിവിറ്റി നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഞാൻ വീഡിയോ വെക്കാത്ത കേട്ടോ. അതിന് പകരമാണ് നമ്മൾ കുറച്ചെങ്കിലും മാന്യം മര്യാദയുള്ള നമ്മൾ കാണുന്ന ചാനലായിട്ടുള്ള ശ്രീധുവിനെ വെച്ചിട്ട് ഞാൻ ഈ സാധനം അവതരിപ്പിക്കുന്നത്. ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ചാനൽ അടുപ്പിക്കാൻ പോലും കൊള്ളൂല. എന്തുകൊണ്ടുള്ളത് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് 2 ദിവസത്തിനകത്ത് അവളെ കൈ കിട്ടും. സുരേന്ദ്ര, നിന്റെ കേസ് ഞാൻ നിന്നെ നേരിട്ട് കാണാൻ വരുമ്പോൾ ഇവള് പറഞ്ഞതിന്റെ പ്രൂഫ് നിന്റെ കയ്യിൽ വേണം. ഓക്കെ, ഇത് ആദ്യം ഇവർ ഈ സാധനം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തെ സാധനമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ കയ്യിൽ പ്രൂഫ് കിട്ടുന്നു. ഇവർ സ്ക്രീൻഷോട്ടുകൾ കാണുന്നു. അതായത് ശ്രീധു, സുരേന്ദ്രൻ ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് ഈ സാധനം ബോധ്യപ്പെടുന്നു. അവർ ഈ സാധനം രാജ് ടോക്സിനെതിരെ സംസാരിക്കണം. രാജ് ടോക്ക് ആണിട്ട് പറയുന്നു അത് AI ആണ്. ഏത് കൊച്ചു പിഞ്ചു പൈതലിനുണ്ടെങ്കിലും മനസ്സിലാവും അത് AI ആണെന്നുള്ളത്. നമുക്ക് ശ്രീധുവിലേക്ക് പോവാം. ശ്രീധു കുറച്ച് കാര്യങ്ങൾ 2-3 ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. അത് പലതും ഞാൻ ഇങ്ങനെ പറിച്ച് മോഷ്ടിച്ചെടുത്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. നമുക്ക് കാണാം. സത്യമാണ് എന്നുള്ളതിന്റെ ഒരു മെയിൻ തെളിവ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനാണ്. കാരണം എന്റെ കണ്ണുകൊണ്ട് ഞാൻ ആ ഒരു തെളിവ് ഞാൻ കണ്ടു കഴിഞ്ഞു, ഈ വ്യക്തിയാണ് എന്നുള്ളത്. എന്തുകൊണ്ടും എനിക്ക് ഈ ഒരു തെളിവ് നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ പരിപാടി അത് നമ്മൾ കാണണ്ടേ? നമ്മളിവിടെ കണ്ടല്ലേ, നമ്മൾ കണ്ണാലെ കണ്ട് വിശ്വസിക്കേണ്ട. നമ്മുടെ കണ്ണിനെ പറ്റിക്കുന്നോ? അത് നമ്മളും കാണണം. നമ്മളെ കാണിച്ചില്ല, അത് മോശമായി കേട്ടോ, ശരിയായില്ല. എന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഇത് സത്യമാണ്. കാരണം എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ
ബിന്ദു ഹരെ വീട്ടിൽ പോയി. നല്ലതാ. ചാത്തൻ സേവ, ഫേക്ക് അക്കൗണ്ടുകളുടെ ബഹളം, പെരളി, ചീത്തവിളി, മറ്റേ ഹോമം വേണം. നല്ല വ്യക്തിത്വം, കമ്പനിയാക്കാൻ പറ്റിയ കൂട്ടമാണ്. നന്നായിരിക്കട്ടെ. ഇവരിൽ നിന്നും എനിക്ക് ആ ഒരു തെളിവ് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവർ ഈ പറയുന്ന പോലെ കേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വക്കീൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു യൂട്യൂബിൽ വന്ന ഒരു വീഡിയോക്കെതിരെ പോയി ശ്രീധുവിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു സാധനത്തിന് തെളിവ് ഇങ്ങനെ കാണിക്കത്തില്ല. അപ്പം ഇവരാരും ഈ രാജേട്ടനെതിരെ വന്ന സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് അവരാരും അവതരിപ്പിക്കുന്നില്ല. രാജ് ടോക്സ് അത് കണ്ട് ആണെന്ന് ബോധ്യപ്പെട്ടു, ഇവരെല്ലാം അത് കണ്ട് ഒറിജിനലാണെന്ന് ബോധ്യപ്പെട്ടു. ആ തെളിവ് എവിടെ? ഇതാണ് ആ രേഖ. ചത്താലും പുറത്ത് തരത്തില്ല. വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഒരു മനുഷ്യനെ കാണിച്ചു പോലെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിട്ടെ? ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ചങ്കുകളെ ആ പുള്ളിക്കാരന് നിങ്ങൾക്ക് ആദ്യം കേസായിട്ടൊക്കെ വെക്കൂടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു ട്രാക്ഷൻ ഉണ്ടാക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഒരു ബിസിനസ് ഓൺട്രപ്രണറാണോ. എന്താ ഈ ഓൺട്രപ്രണർ എന്താ ബിസിനസ് ചെയ്യുന്നത്? തലയിൽ പരട്ടുന്ന എണ്ണയാണോ, അതോ ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് ആൾക്കാരെ തകർക്കുന്നതാണോ, അതോ നിനക്ക് അവനെ തകർക്കണോ? ഒരു ചാത്തനെ പിടിച്ചിട്ട് അതിൻ്റെ ഇടം കിട്ടിടും. ചേട്ടാ ചാത്ത എന്നെ തകർത്തിട്ട് വാടാ. ആ ചാത്തൻ തിരിച്ചു കഴിയുമ്പോഴത്തേനും ഇവൻ തകർത്തിട്ട് വാടാ. അപ്പോൾ ഈ ചാത്തന്മാരെന്തുകൊണ്ടാണ് ചേച്ചീനെ ഇപ്പോൾ തകർത്തത്? അറിയത്തില്ല, ബാക്കിയേക്കാം. ജനങ്ങളെ നിങ്ങൾ അത് അറിയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ബിന്ദു എന്ന് പറയുന്ന വ്യക്തിയെ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊരു നെഗറ്റീവ് ഇമേജിൽ അവരെ എങ്ങനെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ് ശ്രീതു പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓരോ മനുഷ്യനും ഓരോ ക്രെഡിബിലിറ്റി ഉണ്ട്. ഓരോ മനുഷ്യനെ നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുന്നത് അവരിതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ വെച്ചിട്ടാണ്. ഇവൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം, ഇവൻ ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. അപ്പം നേരത്തെ ഒക്കെ ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, പിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ആശയത്തിൽ നമ്മൾ എത്തുന്നത്. ഈ ബിന്ദു ഹരികൃഷ്ണനെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ നിന്നും ഫേക്ക് അക്കൗണ്ട് എത്ര 20 ഫേക്ക് അക്കൗണ്ട്. എൻ്റെ പൊന്നടവ, അവർക്കെതിരെ ആദ്യം കേസെടുക്കണം. സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് ഉണ്ടാക്കിയെന്നുള്ള പേരിൽ 20 ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവർ താത്വിക അവലോകനം നടത്തുന്ന കമൻറ്റുകളായിട്ടോണ്ടിരിക്കുന്നത്. സ്വന്തം ഐ ഡിയിൽ നിന്ന് ഇടാൻ പറ്റാത്തത് ബാക്കി 19 ഐ ഡി ഇടും. 19 കമൻറ്റ് ഇവരുടെയാണ്. ആദ്യം വരുന്ന രേണുവിനെ നമ്മൾ ഒപ്പോസ് ചെയ്ത് പറയുമ്പോഴത്തേനും വരുന്ന ആദ്യം 19 കമൻറ്റുകൾ ഇവരുടെയാണ്. അത് ഇവരിടുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു, അതൊന്നും ഒരു പ്രശ്നം. ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അത് അവതരിപ്പിക്കുന്ന രീതിയാണ് പ്രശ്നം. അപ്പോൾ ഒന്ന് ഇവരുടെ ഫേക്ക് അക്കൗണ്ട്, ആ ഫേക്ക് അക്കൗണ്ടിൽ തന്നെ ഉണ്ട് ഇവർ ഉടായിപ്പാണെന്നുള്ളതിൻ്റെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. 2 എന്തോ മറ്റേ അതിൻ്റെ പേരുന്നായിരുന്നു ആഭിചാരക്രിയകൾ, ചാത്തൻ സേവ. നിന്റെ വീട്ടിലൊരു മരണം ഞാൻ കാണുന്നു എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. അവരുടെ മനസ്സിലെ ക്രുവാലിറ്റി അതിനകത്ത് കാണുന്നുണ്ട്. ആഭിചാരക്രിയ നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലെ ക്രുവാലിറ്റി. 3ാമത്തെ പോയിന്റ് ആഭിചാരക്രിയ നമ്മൾ കാണുന്നുണ്ട്. 4 ഇങ്ങനൊരു ചാറ്റുണ്ട്. ഇത് സോഷ്യൽ മീഡിയ വന്ന് എക്സ്പോസ് ചെയ്തു, പക്ഷേ യാതൊരു തെളിവുകളും കാണാൻ പറ്റത്തില്ല. നേരെ കോടതിയിൽ പോയി. അതിനകത്ത് നിന്ന് തന്നെ അവർ അവർ ഉഡായിപ്പാണെന്നൊരു സാധനം കാണുന്നുണ്ട്. അപ്പോൾ ഈ രാജേട്ട ഇപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ക്രെഡിബിലിറ്റി ഫീൽ ചെയ്യുന്നത് രാജ് ടോക്സിൻ്റെ സൈഡിലാണ്. എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കാര്യം പറഞ്ഞത്. ശ്രീതു ഇത് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു. ശ്രീതു ചിലപ്പോൾ അങ്ങനെ സാധനം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന സുരേന്ദ്രൻ ചങ്കുകളെയും കണ്ടിട്ടുണ്ടാവും. അത് ഈ ബിന്ദു ഇത്രയും ചെയ്ത ബിന്ദുവിന് അതൊരു ഫേക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? എനിക്കറിയത്തില്ല കേട്ടോ. ഒറിജിനൽ ആണെങ്കിൽ ചേച്ചി തകർക്ക് 2 ചാത്തമാരെ അയച്ചു വിട്ടിട്ട് സെറ്റ് ചെയ്യിക്കും പരിപാടി. പൂജ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പച്ച തെറി വിളിക്കുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് എക്സ്പോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിരപരാധിത്വം തെളിയിക്കുക, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്ന് ഉള്ളത് തിരിച്ചു കൊണ്ടുവരിക എന്നത് വെച്ചിട്ടാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ചേട്ടനെ കോൺടാക്ട് ചെയ്യും, ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു ഡീറ്റെയിൽ കിട്ടി. വേറെ ആരും കിട്ടിയില്ല. സുരേന്ദ്രൻ പല ഫസ്റ്റ് ആളെ തന്നെ ചൂസ് ചെയ്തത്. ഭയങ്കര ക്രെഡിബിലിറ്റി ആണല്ലോ. വാ തുറന്ന തെറി മാത്രം പറയുന്നവനെയാണ് പുള്ളിക്കാരി കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് തന്നെ ഉണ്ട് അവരുടെ ഒരു ആശയം എങ്ങനെയാണെന്നുള്ളത്. സുരേന്ദ്രൻ ഫാൻ ആയിരിക്കില്ലേ? കുഴപ്പമില്ല, നല്ല. നിങ്ങൾ ഈ ശ്രീധുവിനെ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും മര്യാദ ഉണ്ടായേനെ. ഫോണിൽ കിട്ടിയപ്പോൾ അത് ഒരിക്കലും ഇത് രാജ് ടോക്ക് ആണ് അല്ലെങ്കിൽ വേറൊരാളാണ് എന്നുള്ളത്, ഇന്ന ആളാണെന്നൊരു ഐഡന്റിറ്റി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതിലില്ലായിരുന്നു, ആ ഒരു ചാറ്റിലില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. ഇതുപോലെ ഇങ്ങനത്തെ ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാറ്റ്. ബിന്ദു എന്ന് പറയുന്നൊരു സാധനം എന്നല്ലേ പറയാൻ പറഞ്ഞേ, സത്യം പറ. ഓക്കെ, ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സാധനം, ശ്രീതു ആദ്യം ബിന്ദു ഹരികൃഷ്ണയുടെ ചാറ്റ് കണ്ടു, ബിന്ദുവിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രാജ് ടോക്ക് പോയി സംസാരിച്ചു, പുള്ളി കൺവിൻസ് ചെയ്തു, പുള്ളിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. അതിനുശേഷം രാജ് ടോക്ക് വന്നിട്ട് ശ്രീധുവിൻ്റെ വലിയൊരു കേസ്, രിണ്ടാസായിക്കെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അപ്പോൾ ശ്രീധു വീണ്ടും തിരിഞ്ഞു. ഞാൻ ശ്രീധുവിൽ കണ്ട ഏറ്റവും വലിയൊരു നെഗറ്റീവ്, ഇടയ്ക്കിടയ്ക്ക് സാധനം ഇങ്ങനെ വ്യതിചലിക്കുന്നോ, അത് ശരി അല്ലല്ല, ഇത് അങ്ങനെ മാറുന്നോ എന്നൊരു സംശയം എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല, രേണുവിൻ്റെ വിഷയം മുതലേ എനിക്കത് തോന്നുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ. ശ്രീധു ചിലപ്പോൾ
രാജേട്ടനെ സപ്പോർട്ട് ചെയ്യാം, പുള്ളി നമ്മളെ വന്ന് കണ്ടേക്കല്ലോ എന്നും പറഞ്ഞിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്തത്. അടുത്ത ദിവസം അയ്യോ ബിന്ദു ചേച്ചിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ, ചേച്ചീനെ നാളെ വല്ല ചാത്തനെ നമ്മുടെ കൂട്ടല്ലോ ചേച്ചീനെ സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കാം പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും പറയുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്നവനെ വിശ്വസിക്കാൻ എടുക്കാൻ പറ്റില്ല, കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ശ്രീത് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ബാക്കിയേക്കാം. െല്ലാം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ കുട്ടിയെ ഈ ചേച്ചിയെ ഹോട്ടൽ റൂമിലോട്ട് വിളിച്ചു, പോകാത്തതുകൊണ്ട് എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്തു. 1-2 യൂട്യൂബേഴ്സ് എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്ന് പറയുന്നത് അതിന് ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാനൊരു കണ്ടന്റ് എടുക്കുമ്പോൾ ഇതിലെങ്കിൽ റിയൽ ആയിട്ട് എന്തെങ്കിലും വേണം. വെറുതെ വന്നത് ഒരാളുടെ മേലിൽ വന്ന് കുറ്റ ആരോപണം ചെയ്യുന്നത് എന്റെ മനസാക്ഷിക്കാൽ തെറ്റാണ്. ഞാൻ കുറച്ച് ദൈവവിശ്വാസത്തിൽ നടക്കുന്ന ദൈവവിശ്വാസത്തിൽ നടക്കുന്ന ശ്രീതു ചാത്തൻ സേവയായിട്ട് നടക്കുന്ന ലവരെ അനുകൂലിച്ചു. ഓക്കെ, അപ്പം അതല്ല ഇവിടുത്തെ പ്രശ്നം. കുഴപ്പമില്ല, ദൈവം ചാത്തൻ അവർ രണ്ടും തല്ലുണ്ടാക്കട്ടെ, മാറട്ടെ, പറ. വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരാളെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ എൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയത് 100% തെളിവ് തരും, ഇന്ന വ്യക്തിയാണ് തെളിവ് തരും എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, വന്ന് വീഡിയോ ഇട്ടത്. അതിന് വീഡിയോ ഇട്ടിട്ടും ആ ഒരു തെളിവ് കിട്ടിയില്ല. ഇന്ന ആളാണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നില്ല ഇത് ചെയ്തത്. നിങ്ങൾ വീഡിയോ ഇട്ടിട്ടും തെളിവ് കിട്ടിയില്ല, വീഡിയോ ഇട്ടിട്ടും തെളിവ് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ എക്സ്പോസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കില്ലേ, എവനെങ്കിലുമൊക്കെ എക്സ്പോസ് ചെയ്യും. ആ സാധനം നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ട് മതി. നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സാധനത്തിൻ്റെ സകലമായ തെളിവുകളും പ്രൂഫുകളും കാര്യങ്ങളും എല്ലാം വേണം. അല്ലെങ്കിൽ വാഴ തന്നെ ചെയ്താൽ ഞങ്ങൾ പോയാൽ മതി, അതായിരിക്കും നല്ലത്. നമ്മൾ ബാക്കിയേക്കാം. അതെ, ഈ ബിന്ദുവിനെ അവളുടെ ഫോട്ടോസ് വെച്ച് എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ സെയിം വാട്സ്ആപ്പ് നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. രാജേട്ടൻ്റെ മെസ്സേജ് എന്നിട്ട് 100% ക്ലിയർ ആയി. രാജ് ടോക്ക് ഈ പറയുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ഈ പറയുന്ന ബിന്ദുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അവരെ എക്സ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഫോട്ടോസ് വെച്ച് മിസ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു തെളിവ് രാജ് ടോക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി എന്നുള്ളത് എനിക്ക് 100% ഉറപ്പ്. എക്സ്പോസ് എന്ന് പറഞ്ഞാൽ തുണിയില്ലാത്ത എക്സ്പോസ് അല്ല. ഇൻ കേസ് അങ്ങേരാണെങ്കിൽ പോലും തുണിയില്ലാത്ത എക്സ്പോസിങ് അല്ല. നിന്റെ ചാത്തൻ സേവ കിടുക്കാൻ മണ്ടി പരിപാടി എക്സ്പോസ് ചെയ്യുമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. 2 രാജ് ടോക്ക് ആണയിട്ട് പറയുന്നത് രാജ് ടോക്ക് അല്ല എന്ന്. പുള്ളി അല്ല എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയിൽ ബിന്ദു ആര്യറാം എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്കൊരു ക്രെഡിബിലിറ്റി ഫീൽ ചെയ്തില്ല. പുള്ളിക്കാരി നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ തോന്നിവാസമുണ്ടോ അതൊക്കെ ചെയ്യുന്നൊരാണ്. ഫേക്ക് അക്കൗണ്ട്, ആഭിചാരം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനെ ആഭിചാരം വെച്ചിട്ട് തകർക്കണം എന്ന മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ. അവരുടെ ഓൾറെഡി വീഡിയോ ഞാൻ കേൾപ്പിച്ചു, നിൻ്റെ വീട്ടിലൊരു മരണം ഞാൻ കാണുന്നു എന്ന് പറയുന്ന ഒരാൾ, അയാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റൂല, ഞാൻ അയാളെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ ചാറ്റ് ഫേക്ക് ആവാം എന്നൊരു സാധനത്തിൽ ഞാനിപ്പോൾ വരുന്നു, ഫേക്ക് ആവണേ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബാക്കിയാക്കാം. ഇതിലപ്പുറം ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ വന്ന ഒരു വീഡിയോ ഇട്ടു, ഞാൻ കണ്ട കാര്യമാണ്. ഇപ്പോൾ അതിനിപ്പോൾ എങ്ങനെ സംഭവിച്ചു? അവർ ഈ പറഞ്ഞ പോലെ AI ഉണ്ടാക്കിയതാണോ അതോ ഇനി അത് റിയൽ ആണോ? ഇപ്പം റിയൽ ആണെന്നുണ്ടെങ്കിൽ രാജ് ടോക്സ് നേരിട്ട് സംസാരിച്ചാണെന്ന് വെക്ക്. അപ്പം നിങ്ങൾ കൊണ്ടൊരു കേസ് ഫയൽ ചെയ്യുന്നു അല്ലേ? അതെ, ശ്രീതു അല്ല കേട്ടോ, ഈ ബിന്ദു ആര്യകൃഷ്ണ ആര്യറാം ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഈ കേസിൽ പോലീസ് ഫോൺ പിടിച്ചെടുക്കുന്നു, IP അഡ്രസ്സ് ചെക്ക് ചെയ്യുന്നു, പോലീസ് ഫോറൻസിക്കിനെ കൊണ്ടിരുന്ന ഈ ഫോൺ മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നു, ചാറ്റ് ചെക്ക് ചെയ്യുന്നു, മെറ്റയെ കണക്ട് ചെയ്യുന്നു, തൂക്കും, ഉറപ്പായിട്ട് തൂക്കും, ഒന്നും പേടിക്കാനില്ല. ഇതെന്ത് സാധനം? ബ്ലാക്ക് മെയിലിംഗ് ആണ്, തൂക്കും, ഉറപ്പായിട്ട് തൂക്കും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് രാജ് ടോക്കിൻ്റെ സൈഡിൽ ന്യായമുണ്ടെങ്കിൽ അയാൾ ജയിക്കണം, ഈ ബിന്ദുവിൻ്റെ ആഭിചാരക്രിയ ഉൾപ്പെടപ്പെടണം. അല്ല ബിന്ദുവിൻ്റെ സൈഡിലെ ശരിയെങ്കിൽ രാജ് ടോക്കിനെ പിടിച്ചോണ്ട് പോട്ടെ, അതിപ്പോൾ നമ്മളെന്ത് പറയുക? അത് ഉറച്ചു നിൽക്കുകയാണ്. രാജ് ടോക്ക് നമ്മൾ ഇന്നലെ ഫോണിൽ സംസാരിച്ചപ്പോൾ, നേരിട്ട് സംസാരിച്ചപ്പോഴും ഇന്ന് സംസാരിച്ച കോളിൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു, അത് AI ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി AI ആണ് എന്ന് തെളിയിക്കുവാണെങ്കിൽ ഞാൻ വന്നിരുന്ന് എന്ത് ചെയ്യാം, പബ്ലിക്കിനോട് പറയാം. ഇത്രയ്ക്ക് വലിയൊരു തെളിവ് AI ആണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണോ നമുക്ക് അറിഞ്ഞുകൂടി, അല്ലെങ്കിൽ മെസ്സേജ് കാണുമ്പോൾ നമുക്കറിയില്ല അത് AI ആണോ ഇല്ലയെന്നും. ശരി, അപ്പൊ രാജ് ടോക്ക് എന്നോട് പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്ത് ശ്രീതു, ഈ ഒരു മെസ്സേജ് നീ ഗൂഗിളിൽ അല്ലെങ്കിൽ AI തന്നെ ചോദിക്കും, ഈ ഒരു ഇമേജ് AI എഡിറ്റഡ് ആണോ എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ AI തന്നെ പറയും AI ആണെന്ന്. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇമേജ് ഗൂഗിളിൽ സ്കാൻ ചെയ്ത് ഞാൻ ചോദിച്ചു ഇത് AI എഡിറ്റഡ് ആണോ എന്ന് ചോദിച്ചു. എനിക്ക് വന്ന റിസൾട്ട് ഞാൻ പിൻ ചെയ്യാം. വളരെ വ്യക്തമായിട്ട് ഗൂഗിളും AIയും എന്നോട് പറഞ്ഞത് ഇത് AI എഡിറ്റഡ് ഇമേജ് അല്ല. ബിക്കോസ് AI എഡിറ്റഡ് ആണെങ്കിൽ ചെറിയ രീതിയിലും ഒരു വ്യത്യാസം മാർക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് റിയൽ ആയിട്ട് ഒരു ആൻഡ്രോയിഡ് പഠിച്ച വള്ളം തന്നെ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തതിനെ അവന് തന്നെ മനസ്സിലാവുന്നില്ല, കൊച്ചു കള്ളൻ. ഫോണിൽ വന്ന വാട്സ്ആപ്പ് മെസ്സേജ് അതിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വേറൊരു മൊബൈൽ കൊണ്ട് ഇതിനെ ഫോട്ടോ എടുത്തു എന്നത് വളരെ വ്യക്തമായിട്ട് ഗൂഗിളും AIയും എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇവിടെ പിൻ ചെയ്യാട്ടോ. ഇതിനകത്ത് ശ്രീതുവിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നിയൊരു തെറ്റ്, ശ്രീതു ആദ്യം പറഞ്ഞ് ഈ സാധനം ഞാൻ നേരിട്ട് പോയി അവരുടെ ഫോണിൽ കണ്ടു എന്ന് പറഞ്ഞു വാട്സപ്പിൽ. അങ്ങനെ വാട്സപ്പിൽ കണ്ടെങ്കിൽ പിന്നെ അത് AI ആണോ നമ്മൾ തിരക്കേണ്ട കാര്യമല്ലോ. ശ്രീതു കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ബോധ്യപ്പെട്ട സാധനമല്ലേ.
അല്ലത് സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ശ്രീതു ആദ്യം നേരിട്ട് പോയി കണ്ടു എന്ന് പറയുന്നത് തെറ്റ്. ഇനി രണ്ടാമത്തത്, രാജ് ടോക്ക് അങ്ങനെ ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതിനകത്ത് പെടണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ കേസ് കൂട്ടം പുക്കാറെന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തൊരു സാധനം, ഈ തെളിവുകൾ ഇവർ പുറത്തു വിടില്ല. ആരാ? ബിന്ദു ആര്യ കൃഷ്ണ. അവരെന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? കേസായിട്ടുണ്ട്. കേസായ പിന്നെ ഒന്നും പുറത്തു വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ശ്രീതു ഒരു കമൻറ്റ് ചെയ്തു ഈ രാജ് ടോക്സിൻ്റെ ചാനലിൽ. ഞാൻ വായിക്കാമേ. ഇനി ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഒന്നും ഇടില്ല, നിയമപരമായി പോയത് കൊണ്ട് മാത്രം. പിന്നെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാ പരിപാടിയാണ് അത്? അല്ല, അതെന്നാ പരിപാടിയാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ പേടിച്ചിട്ട് ഡിലീറ്റ് ആക്കിയതാണെന്നൊക്കെ കാണുന്നവർ ചിന്തിക്കും. അങ്ങനെ അതൊക്കെ മോശമല്ലയോ? എന്നെ വക്കീൽ വിളിച്ചിരുന്നു. അവർ കോടതിയിൽ പോയതിൻ്റെ ഭാഗമായി തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ കോടതി തെളിവൊക്കെ സബ്മിറ്റ് ചെയ്ത് ബിന്ദു ആര്യ കൃഷ്ണ ഹരേറാം. അതിൻ്റെ തെളിവുകൾ എനിക്ക് കിട്ടി. ഓക്കെ, നിയമപരമായി പോകട്ടെ. ഏത് പോലീസ് വിളിച്ചാലും ഞാൻ സഹകരിക്കും, 100% ഷുവർ. അത് രാജ് ടോക്കിൻ്റെ കേസ് റിലേറ്റഡ് എന്നെ വിളിച്ചാലും ഞാൻ അവിടെ എത്തും. ഇത് എൻ്റെ വാക്കാണ് ബ്രോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഡാറ്റ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ, അല്ലെങ്കിൽ തെളിയട്ടെ. അങ്ങനെ തെളിഞ്ഞാൽ മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യൂ. എൻ്റെ വീഡിയോ കണ്ടവരെ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീതു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീതുവിൻ്റെ കയ്യിലുള്ള രേഖകളും മാഞ്ഞിടും. ഇതിനകത്ത് ഇത് നിയമപരമായി തന്നെ പോകണം. ഈ സാധനം തെളിയിക്കണം. രാജ് ടോക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് തവണ തിരുവല്ലയിൽ അവിടെ ഇവിടെയെല്ലാം ആഭിചാരക്രിയകൾ നടത്തി അപ്പനെ കൊന്നു, ആഭിചാരക്രിയ നടത്തി നരബലി നടത്തി, ആഭിചാരികൾ ക്രിയ നടത്തി സ്ത്രീകളെ വിവസ്ത്രയായി നിർത്തി ശാരീരികമായി ഉപദ്രവിച്ചു. ഇങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ പബ്ലിക്കായിട്ട് ഇവർ വന്ന് പറയുകയാണ്, ഞാൻ സാത്താൻ സേവ നടത്തുന്ന ഒരാളാണ്, എൻ്റെ കൂടെ ചാത്തനുണ്ട്, ഉജ്ജ്വല മൂർത്തിയുണ്ട്, മൂർത്തി വന്ന് നിന്നെ മുറിച്ചു കളയുമെന്ന് പറയുകയാണ്. ഇവർക്കെതിരെ എന്ത് നിയമ നടപടി എടുക്കാൻ പറ്റും? ഇങ്ങനൊരാളുടെ വാക്കിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവർ ചെയ്യുന്നത് മൊത്തവും ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഞാൻ പറയുന്നത് ഇവരുടെ ബിസിനസ് നോക്കണം. മറ്റൊരുത്തനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആഭിചാരക്രിയ ചെയ്യുന്ന ഒരാൾ, 10-20 ഫേക്ക് ഐഡി തുടങ്ങിയിട്ടൊരാൾ, അവരുടെ മുടി വളരുന്ന ഓയിലിനകത്ത് എന്തൊക്കെ മാതൃത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കും എന്നറിയാമോ? എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിനകത്ത് കണ്ടിടത്തോളം, ഇത്രയും നോക്കിയിടത്തോളം എനിക്ക് അവരുടെ ഭാഗം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് രാജ് ടോക്ക് പറയുന്നതായിരിക്കാം ശരിയെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇത് കംപ്ലീറ്റ്ലി കേസായിട്ട് പോയതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ശരിയായ കുറ്റവാളി കുട്ടുങ്ങട്ടെ, ശരിയായ നിരപരാധി രക്ഷപ്പെടട്ടെ. പെടട്ട് കേട്ടോ ചങ്കുകളെ. ബൈ.